ചുങ്കക്കാരനും ഫരിസയനും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ നിൽക്കുകയാണ്. ഫരിസയൻ പൊതുവെ നല്ല മനുഷ്യനാണ്, പുറമേയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ആളാണ്, എല്ലാവരും നല്ലത് പറയുന്ന ഒരാളാണ്. അയാളെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടില്ല. അയാൾ എല്ലാ കാര്യങ്ങളും പാലിക്കുകയും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ചുങ്കക്കാരൻ സ്വതവേ ഒരു ഭാവിയാണ്, കുഴപ്പങ്ങളുണ്ടെന്ന് പറയുന്ന ഒരാൾ. ഇപ്പൊ നിങ്ങൾ ആയിരിക്കും നിങ്ങളുടെ ഇടവക പള്ളിയിൽ ഇങ്ങനെ രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കാം. ഇതൊക്കെ അച്ഛന്മാർ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്നാലും ഇന്നിപ്പോൾ പറയുമ്പോൾ ഇത് പറഞ്ഞെന്നുള്ളൂ. അപ്പം അതിനകത്ത് സ്വതവേ മാന്യനാണെന്ന് പറയുന്ന എല്ലായിടത്തും സ്വീകരിക്കപ്പെടുന്ന ഒരാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന വേറൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ അപ്പം തന്നെ ജഡ്ജ് ചെയ്യും, ഇയാൾ നല്ല ആളാണ്, ഇയാളെന്താണ് മറ്റാളെന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതായത് അന്ന് മാത്രമല്ല എന്നും നമ്മൾ ഇങ്ങനെ തന്നെ ആളുകളെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ തെറ്റാണ്. കർത്താവ് മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ വെച്ചിട്ടാണ് ആളുകൾ എന്നെ മനസ്സിലാക്കുക. ഞാൻ ചിലപ്പോൾ അതൊരു വെറുതെ വെച്ചാൽ സന്തോഷത്തിലായിരിക്കും, ഞാൻ ദുഃഖത്തിലായിരിക്കും. പക്ഷെ ഞാൻ സന്തോഷിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ആളുകൾ വിചാരിക്കുന്ന ഞാൻ സന്തോഷത്തിലായിരിക്കുന്ന. മനുഷ്യന്മാർ നിങ്ങളുടെ പ്രവൃത്തികളാണ് കാണുക, കർത്താവ് നിങ്ങളുടെ ഹൃദയമാണ് കാണുക. ഇത് നിങ്ങൾക്ക് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. അതായത് നിങ്ങൾ പുറമെ ഒരു നന്മ പ്രവൃത്തി ചെയ്തുവെങ്കിലും നിങ്ങളുടെ ഇന്റൻഷൻ നിങ്ങൾക്ക് ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർ നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും സ്വർഗത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതേസമയം നിങ്ങളൊരു നന്മ പ്രവൃത്തി ചെയ്തു, പക്ഷെ നിങ്ങൾ അതിന്റെ ഇന്റൻഷൻ വളരെ പ്യുവർ ആയിരുന്നു, നിങ്ങൾ വളരെ ഹൃദയത്തിൽ നിന്ന് അത് ചെയ്തത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അത് ചെയ്തത്, അതിന് ദൈവം റിവാർഡ് വെച്ചിട്ടുണ്ട്, അതിന് ദൈവം അനുഗ്രഹങ്ങൾ തരും. സോ നിങ്ങളുടെ ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. 10 കൽപ്പനകൾ മാത്രം വിചിന്തനം ചെയ്ത് കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നവരായിരിക്കുമല്ലോ നമ്മൾ. അല്ലെങ്കിൽ കുറച്ച് പേര് ബൈബിളൊക്കെ വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ സഭാ നിയമങ്ങൾ അങ്ങനെ അതൊക്കെ വിചിന്തനം ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൃദയവിശുദ്ധി. എൻ്റെ ഹൃദയത്തിന്റെ വിശുദ്ധി എന്തുമാത്രമുണ്ട്. ഞാൻ മിക്കപ്പോഴും ഏറ്റുപറയുന്ന ഒരു പാപമാണ് ഹൃദയവിശുദ്ധി സൂക്ഷിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ നമ്മൾ ചില മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവർ വാക്കുകളെ കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന കാണാം അല്ലേ. അങ്ങനെ പറയുന്നതൊന്നായിരിക്കും, പക്ഷെ അവരുടെ ഇന്റൻഷൻ വേറെ ആയിരിക്കും. അങ്ങനെ കുറേ മനുഷ്യന്മാർ നിങ്ങൾ കണ്ടുപിട്ടാൻ സാധ്യത. ചില പ്രവർത്തികളും അങ്ങനെയായിരിക്കും. ഇവർ നമ്മൾ നല്ലത് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ വേറെ ആയിരിക്കും. മനുഷ്യന്മാരെ പറ്റിക്കുന്ന പോലെ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവം എപ്പോഴും നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ദൈവം. നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ചലനങ്ങളെ കർത്താവ് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഹൃദയത്തിൽ ഒരു പൊടി കർത്താവിനെ നിങ്ങൾ ബാക്കിലോട്ട് വെച്ചാൽ അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഹൃദയത്തിൽ നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നു, ദൈവമേ ദൈവമേ എന്ന് 100% നിങ്ങൾ എന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹൃദയത്തിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നല്ല ഇരിക്കുന്നതെങ്കിൽ ആ ദൈവവിളിയൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവത്തിന്റെ അടുത്തേക്ക് എത്താൻ സാധ്യതയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ഒരു ദീർഘനിശ്വാസമാണെങ്കിലും വയ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവമേ എന്നുള്ള ഒരു നിസ്സഹായമായ ഒരു ചിന്തയാണെങ്കിലും അത് ദൈവത്തെ തൊടും. പക്ഷെ നിങ്ങൾ കാപട്യത്തോടു കൂടെ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും കർത്താവ് കർത്താവ് എന്ന് പറയുന്നവരല്ല, അവനത്തെ ഹിതം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവനാണ് ദൈവം കേൾക്കുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഹൃദയവിശുദ്ധിക്കായിട്ട് ഇന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയവിശുദ്ധി ഇല്ലാത്തവന് ദൈവത്തിന്റെ മുഖം കാണാനായിട്ട് സാധിക്കത്തില്ല. കാപട്യമുള്ള ലോകത്ത് കാപട്യത്തോടു കൂടെ ജീവിക്കരുത്. ദൈവത്തിന്റെ മക്കള് സത്യസന്ധരായിരിക്കും, അവർ ജെനുവിനായിരിക്കും, അവർ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. ആ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയം എപ്പോഴും വിശുദ്ധിയിലായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.